കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലിക ഫാർമസിസ്റ്റ് നിയമനങ്ങൾ വിവാദത്തിലേക്ക്. ജൂലൈ 3 നടന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ് പുതിയ ആരോപണങ്ങൾ ഉയരുന്നത്. ഒരേ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരേ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ജീവനക്കാർക്ക് വ്യത്യസ്ത ദിവസവേതനം നിശ്ചയിച്ചെന്നാണ് പ്രധാന പരാതി. LSGD ഫണ്ടിൽ നിന്നും നിയമനം ലഭിക്കുന്നവർക്ക് 950 രൂപ ദിവസവേതനം അനുവദിക്കുമ്പോൾ HMC ഫണ്ടിൽ നിന്നും നിയമിക്കപ്പെടുന്ന ഫാർമസിസ്റ്റുകൾക്ക് 550 രൂപ മാത്രമാണ് നൽകുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. താൽക്കാലിക ഫാർമസിസ്റ്റുകൾക്ക് 950 രൂപ ദിവസവേതനം നൽകണമെന്ന സർക്കാർ വ്യവസ്ഥ നിലനിൽക്കെയാണിതെന്നും ആശുപത്രി അധികൃതർ വേതനത്തിൽ വിവേചനം കാണിക്കുകയാണെന്നും ഉദ്യോഗാർത്ഥികളും സംഘടനകളും ആരോപിക്കുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് നിലവിലെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതായും പുതിയ അഭിമുഖം നടത്തുമെന്നും ഫാർമസി സ്റ്റോർ ഇൻചാർജ് ഔദ്യോഗിക ഗ്രൂപ്പുകളിലൂടെ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് അതേ റാങ്ക് ലിസ്റ്റിൽ നിന്നും തന്നെ വീണ്ടും നിയമനം നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആക്ഷേപം. കുറഞ്ഞ ദിവസവേതനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകാത്ത ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി തങ്ങൾക്ക് അനുകൂലമായവരെ ഉൾപ്പെടുത്താനാണ് ശ്രമമെന്നാണ് പരാതിക്കാരുടെ ആരോപണം. തൊട്ടടുത്ത് PSC റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടായിട്ടും ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ മൂലമാണ് സ്ഥിരം നിയമനം നടക്കാതെ പോകുന്നതെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി P. നുഫൈൽ ആരോപിച്ചു. കാലാകാലങ്ങളായി വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റുകളെ, താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്ന ഫാർമസിസ്റ്റുകളെ പ്രശ്നങ്ങൾ എന്നും ഉയർന്നു വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് 3/7/2026 ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയുണ്ടായി താലൂക്ക് ഹോസ്പിറ്റലിൽ. അതുപ്രകാരം ഒരു റാങ്ക് ലിസ്റ്റ് ഇടുകയും ചെയ്തു. പക്ഷേ ഒരേ സമയം ഇതേ റാങ്ക് ലിസ്റ്റിൽ നിയമിക്കുന്ന LSGD സ്റ്റാഫിന് 950 രൂപ ദിവസവേതനം പറയുകയും അതേ ജോലി എടുക്കുന്ന HMC സ്റ്റാഫിന്, ഇവ രണ്ടുപേരെയും അതേ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പരിഗണിക്കുക എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതേ HMC സ്റ്റാഫിന് 600 രൂപയാണ് 550 രൂപയാണ് തീരുമാനിച്ചിരുന്നത്. ഒരേ ജോലി എടുക്കുന്ന രണ്ടു പേർക്ക് വ്യത്യസ്ത സാലറി എന്നുള്ളത് തന്നെ പല നിയമവശങ്ങളും അവർ പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ആക്ഷേപം വളരെ വ്യക്തമായി നമ്മൾ അന്ന് തന്നെ ഭരണസമിതിയെയും താലൂക്ക് ഹോസ്പിറ്റൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ്. പക്ഷേ അത് ചെവി കൊള്ളാതെ അവർ അതിൽ നിന്ന് നിയമിക്കുക എന്നുള്ള തീരുമാനം ഉണ്ടായി. പിന്നീട് കഴിഞ്ഞ വെള്ളിയാഴ്ച കൂടിയ ഒരു മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച വൈകുന്നേരം താലൂക്ക് ഹോസ്പിറ്റലിലെ ഫാർമസി സ്റ്റോർ ഇൻചാർജ് ഔദ്യോഗികമായി ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്നും പുതിയ ഇന്റർവ്യൂ വിളിക്കുന്നു, നിലവിൽ നടന്ന ഇന്റർവ്യൂ അതുമായി ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റൊക്കെ ക്യാൻസൽ ചെയ്തു എന്ന് വാട്സപ്പ് വഴി അറിയിക്കേണ്ടത്. താലൂക്ക് ഹോസ്പിറ്റലിലെ പല ഗ്രൂപ്പുകളിലും അദ്ദേഹം അത് വൈകുന്നേരത്തോടുകൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്റർവ്യൂ പങ്കെടുത്ത ഒരുപാട് ആളുകൾക്ക് അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇന്നലെ തൊട്ട് ഇതേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആളെ നിയമിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും സാലറിയുടെ കാര്യത്തിൽ ആക്ഷേപം കാണിക്കുകയും കുറഞ്ഞ സാലറിക്ക് ജോലി ചെയ്യില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ തന്നെ പിന്നീട് ആളെ നിയമിക്കാനുള്ള ഒരു ശ്രമം, നിയമിച്ചു എന്നാണ് അറിഞ്ഞത്, നിയമിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കാലാകാലങ്ങളായി ഫാർമസിസ്റ്റുകളുടെ കാര്യത്തിൽ മാത്രമേ ഈ കുറഞ്ഞ സാലറിക്ക് അവർക്ക് അതിൽ ഗവൺമെന്റ് റൂൾ ഉണ്ടെന്നും നിയമമുണ്ടെന്നും അത്ര സാലറി മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്നാണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം. പക്ഷെ ഇതേ ഗവൺമെന്റിന്റെ റൂൾ പ്രകാരം താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്ക് 950 രൂപ കൊടുക്കണമെന്ന നിയമമുണ്ട്. ആ നിയമം ഈ വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു നിയമത്തിന്റെ പേരിൽ ഈ കുറഞ്ഞ സാലറിക്ക് ആളെ നിയമിക്കുന്നത് തികച്ചും വിരോധാഭാസമാണ്. അതിന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ എന്ന സംഘടന തീർത്തും പ്രതിഷേധം അറിയിക്കേണ്ട പോലെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് ആളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിലവിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് എതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീർത്തും ഈ വിരോധാഭാസമായ ഇത്തരം പ്രതിഭാസങ്ങൾക്കെതിരെ, ഇത്തരം പരിപാടികൾക്കെതിരെ സംഘടന ഇനിയും മുന്നോട്ട് പോകും. നിയമപരമായി തന്നെ ഇതിനെതിരെ നേരിടുകയും ചെയ്യും. ഒരേ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 950 ഒരാൾക്ക് 600 രൂപ എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാലാകാലങ്ങളായി ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഈ വിഷയം ഇതാണ്. ഇപ്പോഴും നിലവിൽ CHCയുടെ പാറ്റേണിലുള്ള ഈ അവസ്ഥയിലുള്ള ഒരു ഹോസ്പിറ്റലിനെ ഇനിയും PSC തസ്തികകൾ അനുവദിക്കാമെന്ന് നിലനിൽക്കെ ഇതിനോടകം തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ അത്
ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്നിട്ട് പോലും ഇവിടെ PSC നിയമനം നടക്കാത്തത് ഈ ഹോസ്പിറ്റലിനുള്ളിലെ ആളുകളുടെ കളികൾ മൂലമാണെന്നും സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലമാണെന്നും വ്യക്തമാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആരോഗ്യമന്ത്രി മുതലായ ആളുകളെ ബന്ധപ്പെട്ട് പരാതികൾ നൽകുന്നുണ്ട്. നിലവിൽ ഒരു PSC റാങ്ക് ലിസ്റ്റ് ഇവിടെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ, അതിന് പരിഗണിക്കേണ്ട ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ അവരെ പരിഗണിക്കാതെ HMC എന്ന് പറഞ്ഞ് താൽക്കാലിക ജീവനക്കാരെ തുച്ഛമായ വേതനത്തിന് നിയമിക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ സംഘടന അതിശക്തമായി പ്രതിഷേധിക്കും. ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇന്നലെ ഞാൻ DMOക്ക് കൊടുത്ത പരാതി ഫോളോ അപ്പ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കാൻ സാധിക്കും അവരൊക്കെ നിർത്തിയിട്ട് നമ്മളത് ചോദ്യം ചെയ്യുകയും ചെയ്യും. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയതായി സംഘടന അറിയിച്ചു. നിയമനത്തിലെ ക്രമക്കേടുകൾക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം.